സൺഡേ ഈസ് എ ഹോളിഡേ എന്ന് പറഞ്ഞാൽ മാത്രമല്ല അടിപൊളി കല്യാണത്തിന് പോയിട്ട് വരുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ പാർക്കിംഗ് സ്ഥലത്ത് ഇതുപോലെ കാറ്റാടിയുടെ പോലത്തെ വിത്ത് കിടക്കുന്നുണ്ടായിരുന്നു. കാറ്റാടിയുടെ വിത്തല്ല, കാറ്റിൽ പറന്ന് പോകുന്ന ടൈപ്പ് വിത്ത് കേട്ടോ. എന്തിൻ്റെ ഒരു വിത്താണ് എനിക്കറിയില്ല, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിൽ കുറച്ച് വിത്തുകൾ കുറച്ചേ പറക്കിയുള്ളൂ കേട്ടോ. കുറേ പറക്കിയെടുക്കാനായിട്ടുള്ള സമയം ഉണ്ടായിരുന്നില്ല. കുറച്ച് ഏതാണ്ട് പറക്കിയെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ടുള്ള നല്ല നൈസായിട്ടുള്ള ഒരു വിത്തായിരുന്നു കേട്ടോ. അപ്പം ഞാനൊരു ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പൂവ് ഉണ്ടാക്കാനായിട്ട് നോക്കി. കുറച്ച് പണി പാളിപ്പോയി. ഞാൻ കൂടുതൽ ഭാഗം ഉള്ളിലേക്ക് അകത്തി വെച്ചുകൊണ്ട് അത്ര വൃത്തിക്ക് പൂ കിട്ടിയില്ല. അപ്പോൾ പിന്നെ ആകെ ദേഷ്യം വന്ന് നമ്മൾ ആ പൂവിൻ്റെ കാര്യം അവിടെ നിർത്തിയിട്ടു. ബാക്കി ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് നമ്മൾ വേറെ ഐഡിയ ചെയ്തെടുക്കാനുള്ള പ്ലാൻ ആയിട്ടോ. അപ്പോൾ അതിനൊരു കുഞ്ഞൻ മയിൽപ്പീലിയുടെ സ്ട്രക്ചറിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ചുമ്മാ കളറടിച്ച് അതിനെ മയിൽപ്പീലിയുടെ ഏതാണ്ട് ഒരു പരിവാക്കിയെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഇതിൻ്റെ സീഡ് എന്തായാലും കണ്ടു കഴിഞ്ഞാൽ ഒരു മയിൽപ്പീലിയുടെ സെൻറ്റർ പോർഷൻ പോലൊക്കെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അതാട്ടോ നമ്മൾ പിന്നെ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ എന്തായാലും നല്ല നൈസ് ആയതുകൊണ്ട് പതുക്കെ നമ്മളൊന്ന് അടർത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ എന്തായാലും പെയിൻറ്റ് ചെയ്തപ്പോൾ അതൊക്കെ അവിടെ ഒട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളതൊരു ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ മുകളിൽ ജസ്റ്റ് ഒട്ടിച്ച് കൊടുത്തു. പിന്നെ പണി തീരാത്ത വീട് പോലെ വീണ്ടും ബാക്കി നിൽക്കുകയാണ്. ബാക്കി ഇതിൻ്റെ മുകളിൽ നമ്മളതൊരു കൃഷ്ണ എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞിന് ഓടക്കുഴലൊക്കെ വരച്ച് സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു അടിപൊളി ലുക്കിൽ ഒരു ബുക്ക് മാർക്കർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഒരു പൂ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചൊരു ഒരു ബുക്ക് മാർക്കറാണ് കേട്ടോ കിട്ടിയത്. എന്തായാലും സംഭവം അവസാനം നല്ല ലുക്കായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.